ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന്. ജലമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. പുന്നമടയിലെ നെഹ്റു ട്രോഫി ജലമേള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 71 കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. വിവരങ്ങൾ നൽകാനായി അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേരും പുന്നമട കായലിന്റെ ഓളപ്പരപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ജലമാമാങ്കത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ തത്സമയ ദൃശ്യങ്ങൾ ഇന്ന് ജനം ടിവിയിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളായ അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലും ചേരുകയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ആവേശം? രാവിലെ പുലർന്ന് ആ ഒരു ആവേശത്തിലേക്കൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അവിടുത്തെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്? ബാക്കി ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അഞ്ജന, ഇപ്പോൾ പുന്നമടയിൽ ഈ നെഹ്റു ട്രോഫി 72ാമത് നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് രാവിലെ 11:30യോടെയാണ് ഇതിലെ മത്സര വള്ളംകളികൾ ആരംഭിക്കുന്നത്. ആദ്യം ചെറുവള്ളങ്ങളുടെ മത്സരം നടക്കും. ഉച്ചയ്ക്ക് ശേഷം 2:30യോടെയാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. അത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിർവഹിക്കുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അതിഥിയായി എത്തുന്നുണ്ട്. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രിയായ ശിവകുമാറും ഇവിടെ അതിഥിയായി എത്തുന്നു. അത്തരത്തിൽ ഉദ്ഘാടന സഭ കഴിഞ്ഞിട്ടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നത്. ആദ്യം ഹീറ്റ്സ് മത്സരമാണ് നടക്കുന്നത്. 6 ഹീറ്റ്സിലായി 22 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. അതിൽ ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങളായിരിക്കും ഈ വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള ഫൈനലിലേക്ക് എത്തുക. ഇത്തവണ വളരെ ചിട്ടയാർന്ന പരിശീലനത്തിലൂടെ, അത് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിലൂടെ എത്തിയ ഏതാണ്ട് 10-ലധികം ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ അരുൺ കൊടുങ്ങൂരിനൊക്കെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം വളരെ ശക്തമായ മത്സരമായിരുന്നു. സുധീഷേന്റെ വാക്കുകൾ അഞ്ജനയ്ക്കും അറിയാം. അഞ്ജന ഒരു തവണ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്, വന്നിട്ടുള്ളതാണ്. അത് എന്തായാലും ഒരു വലിയൊരു ആവേശം. ഇപ്പം ആലപ്പുഴക്കാരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷം, ജീവിതത്തിന്റെ ഭാഗം. ഇന്നലെ തന്നെ നമ്മൾ കൊടുത്ത ഒരു വാർത്തയുണ്ട്. ചമ്പക്കുളം ജലോത്സവത്തിന് ഇറങ്ങുമ്പം ഈ നടുഭാഗം ചുണ്ടനിലെ, അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഇടിക്കുന്ന ആള്, അയാളുടെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ. അപ്പം അമ്മ പറയുന്ന, എന്നെ ഓർത്ത് നീ വള്ളം കളിക്കാൻ പോവാതിരിക്കരുത്, പോകണം. അത് കഴിഞ്ഞ് വൈകിട്ട് മരിക്കുന്നു. അമ്മ മരിച്ചിരിക്കുമ്പോൾ സംസ്കാരം മാറ്റിവെച്ച് വള്ളംകളിക്ക് ഇറങ്ങുകയാണ്. അതാണ് കുട്ടനാട്ടിലെയും മറ്റു ആൾക്കാരുടെ ഒരു വികാരം. അത്ര കണ്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് തന്നെ പറയുന്നത്. കാലം എത്ര കഴിഞ്ഞാലും ആ ഒരു വികാരം, വെള്ളവും മണ്ണുമായി അഭേദ്യമായ ബന്ധമുള്ള നാടെന്ന് നമ്മൾ പറയുമ്പോൾ, കുട്ടനാട് നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് പുറത്തേക്ക് വരുന്നത് ഒരു തവണയെങ്കിലും ഈ വള്ളംകളി കണ്ടിട്ടുണ്ടെങ്കിൽ ആ വള്ളംകളിക്കൊപ്പം, ആ ആവേശപ്പോരിനൊപ്പം, ആ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിനൊപ്പം നമ്മളും എഴുകിച്ചേരുന്ന, ചേരുന്ന ഒരു മാന്ത്രിക അതല്ല, അതിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ ഒരു ശക്തി. പണ്ടൊക്കെ ഈ കേരളത്തിൽ നിന്ന് തന്നെ 4-5 ജില്ലകളെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു മത്സരിക്കുന്നതെങ്കിൽ ഇപ്പം 14 ജില്ലകളിൽ നിന്നുള്ള തുഴച്ചിൽക്കാര് ഇതിന്റെ ഭാഗമാകുന്നു. അത് ഒരുപാട് പേർക്ക് തൊഴിൽ മേഖല കൂടിയാവുകയാണ്. സത്യത്തിൽ ഒരു ചമ്പക്കുളം ജലോത്സവത്തോടെ തുടങ്ങിയതാണ് ഒരു വള്ളംകളി സീസൺ. അതിനിയും പ്രസിഡന്റ് ട്രോഫിയോടെ ഈ വരുന്ന ജനുവരിയിലെ അവസാനിക്കുള്ളൂ. അപ്പോൾ അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു സീസണിൽ എത്രയോ തുഴച്ചിൽക്കാർക്കാണ് അതൊരു തൊഴിൽ മേഖലയായി മാറിയിരിക്കുക. ഇത്തവണ നമുക്കറിയാം, ഈ വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ മധ്യ കേരളത്തിൽ പ്രധാനപ്പെട്ടത് ഈ പ്രളയം, വലിയ രീതിയിലുള്ള പ്രതിസന്ധി. ഓരോ വർഷവും ഓരോ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ പരിശീലനത്തെയോ അല്ലെങ്കിൽ ഈ വള്ളംകളിയോ അതേതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ആ വള്ളംകളി ആവേശത്തെ ഏതെങ്കിലും തരത്തിൽ അത് ഒരു പകിട്ട് കുറയ്ക്കുന്നുണ്ടോ? പകിട്ട് കുറയ്ക്കില്ല. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം, ഈ കഴിഞ്ഞ 15 ദിവസമായി ചിട്ടയായ പരിശീലനം നടത്തിയാണ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് വരുന്നത്. അത് നമുക്കറിയാം, മങ്കൊമ്പിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്ത് വലിയ പ്രളയ ദുരിതമായിരുന്നു. അവരുടെ പരിശീലനം തുടങ്ങാൻ താമസിച്ചുവെങ്കിൽ പോലും ശേഷിക്കുന്ന സമയം കൊണ്ട് അവർ അതിനെ മറ്റു പ്രതിസന്ധികളിൽ വൈകിയത്, ആ ഒരു പ്രശ്നങ്ങളുടെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ടാണ് അവർ കാരിച്ചാൽ ചുണ്ടനിൽ വരുന്നത്. ഇപ്പം UBC ഇപ്രാവശ്യം ആദ്യം മത്സരിക്കുന്നില്ല. വലിയ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയതാണ്. 12 തവണ നേടിയിട്ടുണ്ട്. ഹാട്രിക്കുകൾ പലവട്ടം നേടിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ UBC ഇല്ലെങ്കിൽ UBCയുടെ പേര് കാക്കാൻ വേണ്ടി UBC ഫാൻസ് ക്ലബ്ബാണ് ഇറങ്ങുന്നത്. അവരും കൈനഗരി വലിയ പ്രളയത്തിന്റെ നടുവിൽ നിന്നുമാണ് അവരും പുന്നമടയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരെല്ലാം ആ പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ 2 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം രൂപയായി 1ാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ആവേശം നൽകിയിട്ടുണ്ട്. പക്ഷേ 2 കോടിയോളം രൂപ
മുടക്കിയാണ് ഓരോ ക്ലബ്ബും വരുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിലനിൽക്കുന്നു. ഈ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പം പ്രളയം തീർക്കുന്ന ഒരു പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ഈ തുടക്കം മുതൽ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു ഈ ഒരു വലിയ മാമാങ്കമാണ്, പക്ഷെ അതിന്റെ സമ്മാനത്തുക അതൊരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എത്രയോ ദിവസത്തെ പരിശീലനം, ആ പരിശീലനത്തിന് എത്രയോ രൂപ ചെലവാകും. അത് നമുക്കറിയാം. ഒരു കരക്കാരുടെ ആത്മാഭിമാനം കാക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ്. ഓണത്തിന് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോലും ബാക്കി പണ്ട് എന്തും വിറ്റ് ഓണം ഉണ്ണു എന്ന് പറയുമെങ്കിൽ അതിന് വെച്ചിരുന്ന സാധനം പോലും വിറ്റ് വള്ളംകളി നടത്തുന്നവരാണ് ഈ കുട്ടനാട്, അപ്പർ കുട്ടനാട്, പുന്നമട, കോട്ടയം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ളവര്. കുമരകം ആയാലും ആ രീതിയിൽ തന്നെയാണ്. കൂടുതൽ വെള്ളം ഇറങ്ങുന്നുണ്ടല്ലേ? അതെ അതെ. പുതിയ 3 വള്ളങ്ങൾ ഈ പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ ചുണ്ടൻ വള്ളങ്ങൾ തന്നെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തെക്കനോടി വരുന്നുണ്ട്. ഓരോ വർഷവും ഇതിന്റെ ഒരു പ്രാധാന്യവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു കായിക വിനോദം ഇല്ലെങ്കിൽ കായിക മത്സരം, അതിൽ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഈ നെഹ്റു ട്രോഫി ജലമേളയിലായിരിക്കും. 4000-ലധികം പേരാണ് ഈ 71 ചുണ്ടൻ വള്ളങ്ങളിലായി തുഴയെറിയുന്നത്. അപ്പം അത് എത്ര കണ്ട് വലിയ ഒരു കായിക മേളയാണ് എന്നുള്ളത് നമുക്ക് കരുതുന്നതിനും അപ്പുറമാണ്. ഒളിമ്പിക്സിൽ പോലും ഇത്രയും പേര് ഒരു ദിവസം പങ്കെടുക്കാൻ സാധ്യതയില്ല. അപ്പം അത്ര കണ്ട് വലിയ ഒരു മേളയാണ്. അത് കാണാനെത്തുന്നവർ അതിലേക്കാൾ കൂടുതലാണ്. ഈ പുന്നമടയെല്ലാം ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജനസാഗരമായി മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവും. എന്തു തന്നെയായാലും വലിയ ആവേശം തന്നെയാണ് ഈ പ്രദേശങ്ങളിലാകെ, കുട്ടനാട്ടിലാകെ, ജലോത്സവ പ്രേമികളിലാകെ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് അഞ്ജന, നമ്മൾ എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് വിവരിച്ചാലും അത് മതിയാകില്ല. കാരണം അത്ര വലിയൊരു ആവേശം, ആയുസ്സിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ആ ഒരു മഹോത്സവം. ആ മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ്, തയ്യാറെടുപ്പിലാണ് ഈ നാടെന്നാകെ. അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ ഈ വള്ളംകളിയെ സ്വീകരിച്ച ഒരുപാട് ജനതയുണ്ട്. അവരുടെ ഒരു ഏറ്റവും വലിയ വികാരം ഈ വള്ളംകളിയാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവർ ഇന്നേ ദിവസം ഇവിടേക്ക്, നെഹ്റു ട്രോഫിയുടെ ദിവസം ഇവിടേക്ക് എത്തും. അങ്ങനെ ഏറ്റവും വലിയ ഒരു ജലമാമാങ്കത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ആലപ്പുഴ. ഇപ്പോൾ മൊത്തത്തിൽ തന്നെ ആലപ്പുഴ മാത്രമെന്ന് പറയാൻ പറ്റാത്തവണ്ണം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സമീപ ജില്ലകളിൽ നിന്നും എല്ലാം ഉള്ളവരും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ളത് വിയ്യവരം, ചെറുതന നമ്മുടെ നാട്ടിലാണ്. പക്ഷെ അവിടെ ക്ലബ്ബുകളില്ല. പക്ഷേ ഇവിടെ പുന്നമടയിൽ മത്സരം നടക്കുമ്പം വീറും വാശി, അടിയും ബഹളവും എല്ലാം ഈ കരകളെ ചൊല്ലിയുള്ളത് നടക്കുന്നത് ആ പ്രദേശത്താണ്. അവിടെയൊക്കെ ഈ കരക്കാർക്കിടയിലേക്ക് പോലീസുകാർ വൈകിട്ടത്തോടെ എത്തുകയാണ്. ഈ നെഹ്റു ട്രോഫിയുടെ ഒരു ഫൈനലൊക്കെ എത്തുമ്പോഴത്തേക്ക് അടുത്തുള്ള കരകൾ തമ്മിൽ ഫൈനൽ വന്നാൽ അവിടെ അടി നടക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചാണ് പോലീസ് വരുന്നത്. അത്ര കണ്ട് വാശിയാണ് ഈ ജലോത്സവത്തിൽ. അത് ഓരോ കരക്കാർ തമ്മിലുണ്ട്, ഓരോ ക്ലബ്ബുകാർ തമ്മിലുണ്ട്. അത്തരമെല്ലാം വലിയ വാശികളുടെ കാഴ്ചകളൊക്കെ ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുക കൂടി ചെയ്യും. പുന്നമടയിലാണ് പൂരമെങ്കിലും. അപ്പോൾ ഇതൊരു നാടിൻ്റെ ഒന്നാകെയുള്ള ഒരു പൂരമായി തന്നെ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അഞ്ജന, അതുതന്നെയാണ്. ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു ആവേശമായിരിക്കും ഇന്ന് പുന്നമടക്കായലിൽ അരങ്ങേറുക. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന്. ജലമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. പുന്നമടയിൽ നെഹ്റു ട്രോഫി ജലമേള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. 71 കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളുമാണ് അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലും പങ്കുവച്ചത്. ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് പുന്നമടക്കായലിൽ നിന്നുള്ള ജലമാമാങ്കത്തിന് തത്സമയ ദൃശ്യങ്ങളും അത് സംബന്ധിച്ച വിവരണങ്ങളും എല്ലാം തന്നെ ജനം ടിവിയിൽ ഉണ്ടാവും. അപ്പം പ്രേക്ഷകരും ഞങ്ങൾക്കൊപ്പം തന്നെ കൂടുക. നമുക്ക് ഒരാവേശത്തിൽ തന്നെ തുഴയെറിഞ്ഞ് മുന്നോട്ട് പോകാം.